Hello, welcome back. Today we are going to discuss the play Juno and the Paycock written by Seán O'Casey. First of all, I will give you a brief introduction about this play. It takes place in Boyle family's apartment in Dublin, Ireland in the early 1920s during the Irish Civil War period. It is highly regarded and often performed in Ireland. It was first staged at the Abbey Theatre in Dublin in 1924. എന്താ പറയുന്നത്, ഇത് ആദ്യമായിട്ട് നടക്കുന്നത് ഏർലി 1920s ഡ്യൂറിങ് ദ ഐറിഷ് സിവിൽ വാർ പീരിയഡ്. അയർലൻഡിലെ ഡബ്ലിൻ എന്ന സ്ഥലത്ത് വെച്ചിട്ട് ഒരു അപ്പാർട്ട്മെൻറ്റിലെ വർക്കിംഗ് ക്ലാസ് ഫാമിലി ആയിട്ടുള്ള ബോയിൽ ഫാമിലിയുടെ കാര്യങ്ങളാണ് ഈ ഒരു പ്ലേയിൽ കൂടിയിട്ട് നമുക്ക് കാണിച്ചു തരുന്നത്. ഇത് ആദ്യമായിട്ട് പെർഫോം ചെയ്യുന്നത് 1924 ഡബ്ലിനിലെ അബേ തിയേറ്റർ വെച്ചിട്ടാണ് ഇത് ആദ്യമായിട്ട് സ്റ്റേജ് ചെയ്യപ്പെടുന്നത്. അതിനുശേഷം അയർലൻഡിൽ പതിവായിട്ട് ഇത് പെർഫോം ചെയ്യാറുണ്ടായിരുന്നു. ഈ ഒരു പ്ലേയിൽ കൂടിയിട്ട് നമ്മുടെ ഓതർ നമുക്ക് കാണിച്ചു തരുന്നത് ട്രൂ കോസ്റ്റ് ഓഫ് വാർ ആണ് ഓൺ ദ പുവർ വർക്കിംഗ് ക്ലാസ് ഫാമിലി. എത്രത്തോളമാണ് ഇത്തരത്തിലുള്ള വാർ വർക്കിംഗ് ക്ലാസ് ഫാമിലിയെ അഫക്റ്റ് ചെയ്യുന്നത്. ഈ ഒരു വാർ കാരണമായിട്ട് അവരിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇഷ്യൂസ് ലൈക്ക് പോവർട്ടി, അവരുടെ ഫാമിലിയിൽ അവരുടെ അംഗങ്ങളുടെ മരണം, ഇത്തരത്തിലുള്ള വേഴ്സണിങ് ലൈഫ് കണ്ടീഷൻസ് ആണ് ഈ ഒരു പ്ലേയിൽ കൂടി ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ദ ഓതർ ഷോസ് ദ ട്രൂ കോസ്റ്റ് ഓഫ് വാർ ഓൺ ദ പുവർ വർക്കിംഗ് ക്ലാസ് ആൻഡ് ഹൗ വാർ, പോവർട്ടി ആൻഡ് ദ വേഴ്സണിങ് ലൈഫ് കണ്ടീഷൻസ് affected them. The play expresses O'Casey's frustration and anger at the marginalization of the working class by middle-class conservatives in Ireland's revolution. മിഡിൽ ക്ലാസ് കൺസർവേറ്റീവ്സ് തൊഴിലാളി വർഗത്തെ മാർജിനലൈസ് ചെയ്യപ്പെടുന്നു. അതിനുള്ള ഓകാശിയുടെ ഒരു ഫ്രസ്ട്രേഷൻ, ഒരു ആങ്കർ ഒക്കെയാണ് ഈ ഒരു പ്ലേയിൽ കൂടിയിട്ട് അദ്ദേഹം എക്സ്പ്രസ് ചെയ്യുന്നത്. The Act 1 opens with the Boyle family in the living room of a two-room tenement apartment. The apartment suggests a lot about the Boyle family. They are a working class and the picture of virgin shows they are Catholics. ആക്ട് 1 തുടങ്ങുമ്പോൾ തന്നെ ബോയിൽ ഫാമിലിയുടെ ലിവിംഗ് റൂമാണ് നമ്മളെ കാണിക്കുന്നത്. 2 റൂമുള്ള ഒരു ടെനമെൻറ്റ് അപ്പാർട്ട്മെൻറ്റിലാണ് അവർ താമസിക്കുന്നത്. ഈ ഒരു അപ്പാർട്ട്മെൻറ്റ് നമുക്ക് സജസ്റ്റ് ചെയ്യുന്നത് ബോയിൽ ഫാമിലിനെ കുറിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നു. ഒന്നാമതായിട്ട് അവരെന്താണ്, വർക്കിംഗ് ക്ലാസ് ഫാമിലിയാണ്. കൂടാതെ അവരുടെ ചുമരിൽ കിടക്കുന്ന പിക്ചർ ഓഫ് വേർജിൻ കാണിക്കുന്നത് ദേ ആർ കത്തോലിക്സ്. ദ പ്ലേ ഓപ്പൺസ് ഇൻ ദ മോർണിംഗ് വിത്ത് മേരി ബോയിൽ ആൻഡ് ഹെർ ബ്രദർ ജോണി സിറ്റിംഗ് ഇൻ ദ ലിവിംഗ് റൂം. മേരി ബോയിൽ ഈസ് എ ഗുഡ് ലുക്കിംഗ് ഗേൾ ഓഫ് 22. ഈ ഒരു പ്ലേ തുടങ്ങുന്നത് രാവിലെയാണ്. മേരി ബോയിൽ ആൻഡ് അവളുടെ ബ്രദറായിട്ടുള്ള ജോണിയും ലിവിംഗ് റൂമിൽ ഇരിക്കുന്നു. മേരി ബോയിൽ എന്ന് പറയുന്നത് നല്ല കാണാൻ ഭംഗിയുള്ള ഒരു 22 വയസ്സുള്ളൊരു ചെറുപ്പക്കാരിയാണ്. പിന്നെ അടുത്തതായിട്ട് ഇവിടെ കാണിക്കുന്നത് ജുനു ബോയിൽ. ഇതിലെ സെൻട്രൽ ക്യാരക്ടറായിട്ട് വരുന്നതാണ് ജുനു ബോയിൽ, അവരുടെ അമ്മയാണ്. അവർ തൻ്റെ ഹസ്ബൻഡായിട്ടുള്ള ക്യാപ്റ്റൻ ജാക്ക് ബോയിലിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്യാപ്റ്റൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അദ്ദേഹം ഒരു ഫോർമർ സീ ക്യാപ്റ്റൻ ആയിരുന്നു, പക്ഷേ ഇപ്പോൾ അൺഎംപ്ലോയിഡ് ആണ്. ആൻഡ് അദ്ദേഹത്തിൻ്റെ ഒട്ടുമിക്ക കാശും സമയവും ഒരു ലോക്കൽ പബ്ബിൽ തൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള ജോക്സർ ഡാലിൻ്റെ കൂടെ പോയിട്ട് കള്ള് കുടിച്ചിട്ട് ചിലവഴിക്കുകയാണ്. ഇൻസ്റ്റെഡ് ഓഫ് ലുക്കിംഗ് ഫോർ എ ജോബ്, നല്ലൊരു ജോലിക്ക് നോക്കുന്നതിന് പകരം അദ്ദേഹം ചെയ്യുന്നത് ഇതാണ്. ഇനി നമ്മുടെ ടൈറ്റിൽ ഒന്ന് ശ്രദ്ധിച്ചേ, ജുനോ ആൻഡ് ദ പേകോക്ക്. ഇവിടെ പേകോക്ക് എന്ന് കാണിക്കുന്നത് പീകോക്ക് ഉണ്ടല്ലോ, മയിൽ എന്നുള്ളതാണ്. ഇത് റെഫർ ചെയ്യുന്നത് ഇതിലെ നമ്മുടെ ക്യാപ്റ്റൻ ജാക്ക് ബോയിലിനാണ്. The word paycock is the Irish pronunciation of peacock, which is what Juno accuses her husband of being, and he lives in a showing without doing anything. അതായത് ഒരു പണിയും എടുക്കാതെ ഞാനൊരു വലിയ സംഭവമാണെന്ന് കാണിച്ച് നടക്കുന്നൊരു വ്യക്തിയാണ് നമ്മുടെ ജാക്ക് ബോയിൽ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വൈഫായിട്ടുള്ള ജുനു അദ്ദേഹത്തിനെ വിളിക്കുന്നതാണ് പേകോക്ക് എന്നുള്ളത്. Their mother, Juno, so called because all of the important events in her life took place in June and is the only member of the family currently working. എന്താ പറയുന്നത്, അവരുടെ അച്ഛനായിട്ടുള്ള ജാക്ക് ബോയിലിന് ഇപ്പോൾ ജോലിയൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ആരാണ് അവരുടെ കുടുംബം നോക്കുന്നത്? അവരുടെ അമ്മയായിട്ടുള്ള ജുനു ആണ്. എന്തുകൊണ്ടാണ് ഇവരെ ജുനു എന്ന് വിളിക്കുന്നത്? കാരണം അവരുടെ ലൈഫിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നടന്ന എല്ലാ ഈവൻസും നടന്നിട്ടുള്ളത് നമ്മുടെ ജൂൺ മാസത്തിലാണ്. അതുകൊണ്ടാണ് അവളെ ജുനു എന്ന് വിളിക്കുന്നത്. ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ഈവൻസ് എന്ന് നോക്കിയാലോ. ഷി വാസ് ബോൺ ആൻഡ് ക്രിസ്ത്യൻ ഇൻ ജൂൺ.
met her husband in June, married in June, and gave birth to her son Johnny in June. ദെൻ അവളുടെ ഡോക്ടറായിട്ടുള്ള മേരി ഉണ്ടല്ലോ, അവളിപ്പോൾ സ്ട്രൈക്കിലാണ്. ആൻഡ് അവരുടെ മകനായിട്ടുള്ള ജോണി ഇപ്പോൾ ഡിസേബിൾഡ് ആണ്. കാരണം ഈ ഒരു വാർ ഓഫ് ഇൻഡിപെൻഡൻസിൽ അവൻ്റെ കൈ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതാണിപ്പോൾ ബോയിൽ ഫാമിലിയുടെ അവസ്ഥ എന്ന് പറയുന്നത്. തുടർന്നുള്ള ഭാഗം നോക്കാം. Juno and Mary discuss the newspaper story about the murder of the son of one of their neighbors, Mrs. Tancred. Johnny seems very sensitive, not wanting to discuss the murder. എന്താ പറയുന്നത്? ജുനു മേരിയും അവരുടെ ന്യൂസ് പേപ്പറിൽ ഒരു സ്റ്റോറി കണ്ടിട്ട് അതിനെക്കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യുന്നു. എന്താണ് ആ സ്റ്റോറിയിലുള്ളത്? അവരുടെ ഒരു അയൽവാസിയായിട്ടുള്ള മിസ്സസ് ടാൻക്രിഡിൻ്റെ മകന് മരണപ്പെട്ടിട്ടുണ്ട്. അതാണ് അതിലുള്ളത്. എന്നാൽ ഇതേ സമയം നമ്മുടെ ജോണിക്ക് ഭയങ്കര സെൻസിറ്റീവായിട്ട് അവനെ കാണപ്പെട്ടു. അവൻക്ക് ഇതിനെക്കുറിച്ചിട്ട്, ഈ ഒരു കൊലപാതകത്തെക്കുറിച്ചിട്ട് അവനക്ക് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിനോട് അവനക്കൊരു പേടിയുള്ള പോലെ തോന്നി. കാരണം എന്താണ്? Johnny agonizes over his betrayal of his friend Robert Tancred, who was a former comrade in Irish Republican Army, who was subsequently murdered by Free State supporters. നമ്മുടെ ജോണി ഇപ്പോൾ വളരെയധികം വേദനയിലാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. കാരണം താൻ തൻ്റെ ലൈഫിൽ തൻ്റെ ഒരു ഫ്രണ്ടായിട്ടുള്ള റോബർട്ട് ടാൻക്രിഡിനെ ബിട്രേൽ ചെയ്തു, വഞ്ചിച്ചു, ചതിച്ചു. അതായത് റോബർട്ട് ടാൻക്രിഡ് എന്ന് പറയുന്നത് ഐറിഷ് റിപ്പബ്ലിക്കൻ ആർമിയിലെ ഒരു ഫോമർ കോമ്രേഡ് ആയിരുന്നു. നമ്മുടെ ജോണിയുടെ കൂടെ തന്നെ വർക്ക് ചെയ്ത് കൊണ്ടിരിക്കുന്ന ഒരു കോമ്രേഡ് ആയിരുന്നു. എന്നാൽ നമ്മുടെ ജോണി ചെയ്തത് അവരുടെ, അതായത് ഐറിഷ് റിപ്പബ്ലിക്കൻ ആർമിയുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഫ്രീ സ്റ്റേറ്റ് സപ്പോർട്ടേഴ്സിന് നമ്മുടെ റോബർട്ട് ടാൻക്രിഡിനെ ഇവനൊരു ചാരപ്രവൃത്തി ചെയ്യുകയാണ്, ഇൻഫോർമൻ്റായിട്ട് പ്രവർത്തിക്കുകയാണ്. അപ്പോൾ അതുമൂലം ഫ്രീ സ്റ്റേറ്റ് സപ്പോർട്ടേഴ്സ് നമ്മുടെ റോബർട്ട് ടാൻക്രിഡിനെ വധിക്കുകയും അങ്ങനെ അതുമൂലം ജോണി ഈസ് ടെറിഫൈഡ് ദാറ്റ് ദ ഐറിഷ് റിപ്പബ്ലിക്കൻ ആർമി വിൽ എക്സിക്യൂട്ട് ഹിം ആസ് പനിഷ്മെൻറ്റ് ഫോർ ബീങ് ആൻ ഇൻഫോർമൻ്റ്. ഇതുപോലെ ചാരപ്രവൃത്തി ചെയ്തു എന്നുള്ള കുറ്റത്തിൻ്റെ മേലിൽ തനിക്ക് വധശിക്ഷ തന്നെ എക്സിക്യൂട്ട് ചെയ്യുമോ എന്നുള്ള ഭയത്താൽ ഓരോ ദിവസവും തീ തിന്ന് ജീവിക്കുക എന്ന് പറയില്ലേ, അങ്ങനെ ജീവിക്കുകയാണ് നമ്മുടെ ജോണി ഇപ്പോൾ. പുതിയൊരു ക്യാരക്ടറിനെ ഇവിടെ പരിചയപ്പെടുത്തുകയാണ്, ജെറി ഡിവൈൻ. അവൻ നമ്മുടെ മേരിയുടെ ബോയ് ഫ്രണ്ടാണ്. പക്ഷേ മേരി ഇപ്പോൾ അവനിലെ ഒരു ഇൻട്രസ്റ്റൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട്, അവനെ ഉപേക്ഷിക്കുകയാണ്. അതായത് ഇനിയൊരു ബോയ് ഫ്രണ്ടൊന്നും വേണ്ട എന്നുള്ള രീതിയിൽ. ഈ ജെറി ഡിവൈൻ എന്ന് പറയുന്നത് ഇവളുടെ കൂടെ സ്ട്രൈക്കിലൊക്കെ പങ്കെടുത്തിട്ടുള്ളൊരു ഫെലോ സ്ട്രൈക്കർ ആയിരുന്നു. ജെറി ഡിവൈൻ എ സോൾജർ ഓഫ് മാരീസ് whom she is not very interested in. She feels guilty about dumping her boyfriend and fellow striker, Jerry Devine, who feels more strongly for her than she does for him. സത്യം പറഞ്ഞാൽ നമ്മുടെ മേരിക്ക് അവനെ ഉപേക്ഷിച്ച് പോകുന്നതിന് ചെറിയ രീതിയിലൊക്കെ മാനസിക വിഷമങ്ങൾ, സങ്കടങ്ങൾ, ബുദ്ധിമുട്ടുകളുണ്ട്. എന്നാൽ അതിനേക്കാൾ ഏറെ നമ്മുടെ മേരി ജെറിയെ സ്നേഹിച്ചതിനേക്കാൾ കൂടുതൽ സ്ട്രോങ് ആയിട്ട് ജെറിക്ക് ഇപ്പോഴും മേരിയെ ഇഷ്ടമാണ് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് വായിച്ചിട്ട് മനസ്സിലാകുന്നത്. Father Farrell sends Jerry to inform the family about a job for Mr. Boyle. Jerry has heard of work for the captain. Jerry rushes out to find Boyle when Juno says that he is in the pub. നമ്മുടെ ജെറി ഇപ്പോൾ ബോയിൽ ഫാമിലിയിൽ എത്തിയിട്ടുള്ളത് ഫാദർ ഫാരൽ അവനെ അയച്ചതാണ്. അതായത് നമ്മുടെ ബോയിലിന് ഒരു ജോബ് ശരിയായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. എന്നാൽ ജെറി ഒരുപാട് തിരഞ്ഞു നടന്നു ക്യാപ്റ്റൻ ജാക്ക് ബോയിലിനെ, പക്ഷെ അവനക്ക് കിട്ടിയില്ല. കാരണം എന്താണ്? ജാക്ക് ബോയിൽ പബ്ബിൽ കള്ളും കുടിച്ച് നടക്കുകയാണ്. ഓക്കെ, ആക്ട് 1 അവസാനം എന്താ നോക്കാം. അറ്റ് ദ ആക്ട് പ്രോഗ്രസ് വൺ ഓഫ് ജാക്സ് റിലേറ്റീവ്സ് ഡൈസ്. ഒരു ജാക്കിൻ്റെ റിലേറ്റീവ് മരണപ്പെടുന്നു. ആൻഡ് എ സ്കൂൾ ടീച്ചർ ചാൾസ് ബെന്താം ബ്രിങ്സ് ന്യൂസ് ദാറ്റ് ദ ബോയിൽസ് ഹാവ് കം ഇൻ ടു എ ലാർജ് ഇൻഹെറിറ്റൻസ്. ബെന്താം നോട്ട്സ് അലൗഡ് ദാറ്റ് ദ വിൽ നെയിംസ് ഫസ്റ്റ് കസിൻ ഓഫ് ഡബ്ലിൻ ആസ് വൺ ഓഫ് ദ ബെനിഫിഷ്യറീസ്. And overjoyed with the news, Jack vows to Juno to end his friendship with Joxer and change his ways. എന്തപ്പുണ്ടായേ? നമ്മുടെ ജാക്കിൻ്റെ ഒരു റിലേറ്റീവ് മരണപ്പെടുന്നു. തുടർന്ന് ഒരു സ്കൂൾ ടീച്ചറായിട്ടുള്ള ചാൾസ് ബെന്താം ഒരു ന്യൂസുമായിട്ട് വരികയാണ് ബോയിൽ ഫാമിലിയോട്ട്. എന്താണ് ആ ന്യൂസ്? താങ്കൾക്ക് ഒരു വലിയ രീതിയിൽ ഒരു ഇൻഹെറിറ്റൻസ് വരികയാണ്. കാരണം ഈ മരണപ്പെട്ട വ്യക്തി തൻ്റെ ബെനിഫിഷ്യറി ആയിട്ട് എഴുതി വെച്ചിട്ടത് ഫസ്റ്റ് കസിൻ ഓഫ് ഡബ്ലിൻ എന്നാണ്. അതുകൊണ്ട് തന്നെ വൺ ഓഫ് ദ ബെനിഫിഷ്യറി ആയിട്ട് ഇപ്പോൾ വന്നിട്ടുള്ളത് ജോൺ ബോയിലാണ്. ഈ ഒരു ന്യൂസ് കേട്ട സമയത്ത് ഇവർക്ക് ഭയങ്കര രീതിയിൽ സന്തോഷം വരുന്നു.
അങ്ങനെ നമ്മുടെ ജാക്ക് ജുനുവിനൊരു പ്രോമിസ് കൊടുക്കുകയാണ്. അവൻ്റെ ഫ്രണ്ട്ഷിപ്പ്, അതായത് ജോക്സറുമായിട്ടുള്ള അവൻ്റെ ഫ്രണ്ട്ഷിപ്പൊക്കെ അവൻ ഇവിടെ അവസാനിപ്പിക്കും. അവൻ്റെ ലൈഫ്, അവൻ്റെ ഇതുവരെ കള്ളു കുടിച്ച് നടന്നതല്ലേ, അതൊക്കെ അവൻ ഇവിടുന്ന് മാറ്റം വരുത്തും എന്നുള്ള രീതിയിലൊരു സത്യമൊക്കെ പ്രോമിസൊക്കെ നമ്മുടെ ജുനുവിന് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയാണ് ജുനു ആൻഡ് ദ പേക്കോക്ക് എന്ന പ്ലേയിലെ ആക്ട് 1 അവസാനിക്കുന്നത്. ഈ ഒരു ആക്ട് 1 കണ്ടപ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലായി ഇതിൽ വരുന്ന തീംസ് എന്ന് പറയുന്നത് പോവർട്ടിയാണ്, ഡ്രീംസ് ഓഫ് വെൽത്ത് വരുന്നുണ്ട്, പിന്നെ വാറ്, ദെൻ റിലീജൻ ആൻഡ് ഫൈനലി അൺഎംപ്ലോയ്മെൻറ്റ്. ഓക്കെ, ദെൻ നമുക്കിനി സെക്കൻഡ് ആക്ടിൻ്റെ സമ്മറി നോക്കാം. The second act opens, we see that the apartment is decorated with new furniture, pictures and ornaments. Every available spot is ornamented with huge vases filled with artificial flowers. Boyle in his shirt sleeves is stretched on the sofa. He is smoking a clay pipe and he is fallen asleep. A lamp is lighting on the table. നമുക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട് സെക്കൻഡ് ആക്ട് തുടങ്ങുന്ന സമയത്ത് അവിടെ ആദ്യത്തെ ആക്റ്റിലുള്ളതിനേക്കാൾ പുതിയ ഫർണിച്ചർ, പിക്ചർ, ഓർണമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. അതുപോലെ ഒരുപാട് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സൊക്കെ ആയിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ബോയിലിനെയാണ്, നമ്മുടെ ജാക്ക് ബോയിലിനെയാണ്. ഒരു സ്ലീവുള്ള ഷർട്ടൊക്കെ ഇട്ടിട്ട് അവിടെ ഒരു സോഫയിൽ കിടക്കുകയാണ്, കൂടെ തന്നെ സ്മോക്ക് ചെയ്യുന്നുണ്ട്. ഒരു ഫാൾ അസ്ലീപ്പിലാണ്, മേ ബി മദ്യം ഒക്കെ കള്ള് കുടിച്ചിട്ട് ആ ഒരു ഉറക്കത്തിൽ ആയിരിക്കാം. തൊട്ടടുത്തൊരു ടേബിളുണ്ട്, ആ ടേബിളിൽ ലൈറ്റ് കത്തിച്ച് വെച്ചിട്ടുള്ള ഒരു ലാമ്പും കാണാൻ സാധിക്കുന്നുണ്ട്. Boyle has borrowed a lot of money on the strength of riches he is yet to receive and gone on a spending bureau. എന്താ പറയുന്നത്, ബോയിൽ ഇപ്പം തന്നെ ഒരുപാട് കാശുകൾ കടം വാങ്ങിയിട്ടുണ്ട്. എന്തിൻ്റെ പേരിൽ? താൻ പണക്കാരനാവാൻ പോവുകയാണല്ലോ എന്നുള്ള വിശ്വാസത്തിൻ്റെ പേരിൽ. ആൻഡ് ഇതുവരെ അവനക്ക് ആ കാശൊന്നും കിട്ടിയിട്ടില്ല. പക്ഷേ ആ കടം വാങ്ങിയ കാശ് എന്താ അവൻ ചെയ്യുന്നത്? കള്ളൊക്കെ കുടിക്കാനായിട്ട് സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. And the Boyles celebrate with a party and invite the school teacher Charles Bentham, who is now courting Mary. എന്താ പറയുന്നത്, ഇപ്പോൾ ബോയിൽസ് എന്താണ്, തങ്ങൾ ഭയങ്കര പണക്കാരനാവാൻ പോവുകയാണ്, അതുകൊണ്ട് തന്നെ പണക്കാരൻ നടത്തുന്നതാണ് പാർട്ടി എന്ന് പറയുന്നത്. അങ്ങനെ ഇവരും ബോയിൽസും ഒരു പാർട്ടിയൊക്കെ നടത്താൻ തീരുമാനിച്ചു. അതിലോട്ട് സ്കൂൾ ടീച്ചറായിട്ടുള്ള ചാൾസ് ബെന്തം, അതാരായിരുന്നു ആക്ട് 1 ആ ഒരു ന്യൂസുമായിട്ട് വന്ന വ്യക്തിയാണല്ലേ, അദ്ദേഹത്തിനൊക്കെ ക്ഷണിക്കുന്നുണ്ട്. ആൻഡ് ഇപ്പോൾ നമ്മുടെ ചാൾസ് ബെന്തമും നമ്മുടെ മേരിയും സ്നേഹത്തിലാണ്. അതുമാത്രമല്ല, ഈ ഒരു സ്നേഹം അവരുടെ ഫാമിലിക്കും ജുനൂനും ജാക്കിനും ജോണിക്കും എല്ലാവർക്കും സമ്മതവുമാണ്. And Joxer is present despite Jack's promise to June in the previous act to break off contact with him. ജോക്സർ അവിടെ ആദ്യം തന്നെ പ്രസൻ്റ് ആണ്. ജോക്സർ ആരായിരുന്നു? നമ്മുടെ ജാക്കിൻ്റെ ഫ്രണ്ട് അല്ലേ, കള്ള് കുടിക്കാനൊക്കെ ആയിട്ട് എപ്പോഴും ഒപ്പമുണ്ടായിരുന്ന ആ സുഹൃത്ത്. ജുനൂനൊരു പ്രോമിസൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ അവൻ മറന്നിട്ടുണ്ട്. ആൻഡ് അടുത്തൊരു ക്യാരക്ടറിനെ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, മെയ്സി മഡിഗാൻ. ഇതാരാന്ന് ചോദിച്ചാൽ അവരുടെ ഒരു നെയ്ബറാണ്. ഇവരെ അടുത്തു നിന്നാണ് നമ്മുടെ ജാക്ക് ഒരുപാട് കാശുകളൊക്കെ കടം വാങ്ങിയിട്ടുള്ളത്. അവളും ഈ ഒരു പാർട്ടിക്ക് വന്നിട്ടുണ്ട്. ആൻഡ് ഈ ഒരു പാർട്ടി എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ട് സിംഗിങ്ങും ഡാൻസും ഒക്കെ ആയിട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സീന് കാണുന്നു. During the party, Robert Tancred's funeral procession passes the tenement, but the Boyles and their guests half their carousing only when Tancred's grieving mother stops at their door. അതിൻ്റെ ഇടയ്ക്ക് ഈ പാർട്ടിക്ക് ചെറിയ രീതിയിൽ തടസ്സം വരികയാണ്. നമ്മുടെ റോബി ടാൻക്രഡിൻ്റെ ഫ്യൂണറൽ പ്രൊസഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ദിവസമായിരുന്നു അന്ന്. അങ്ങനെ ഇവർ താമസിക്കുന്ന ആ ടെനമെൻറ്റിനെ പാസ് ചെയ്തു പോവുകയും, എന്നാൽ ഇതൊന്നും കണ്ടിട്ട് ബോയിൽസും അവരുടെ ഗസ്റ്റും ആ ഒരു പാർട്ടി ഒന്നും സ്റ്റോപ്പ് ചെയ്യുന്നില്ല. പക്ഷേ ടാൻക്രഡിൻ്റെ അമ്മയായിട്ടുള്ള മിസസ് ടാൻക്രഡ് അവരുടെ ഡോറിന് മുമ്പിലായിട്ട് നിൽക്കുന്നു. ബട്ട് ജാക്ക് ഈസ് ക്ലിയർലി അൺസിമ്പത്തറ്റിക് ആൻഡ് ജുനു ഗോസ് ഔട്ട് ടു ഓഫർ സപ്പോർട്ട് ടു മിസസ് ടാൻക്രഡ്, who delivers a monologue mourning the loss of her son and praying for an end to the war. Juno sympathetic to Mrs. Tancred's plight, but Jack selfishly ignores her suffering. ഈ ഒരു സമയത്ത് നമ്മുടെ ജാക്ക് ഭയങ്കര അൺസിമ്പത്തറ്റിക് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. എന്നാൽ ജുനു അവളുടെ അടുത്തേക്ക് പോയിട്ട് അവളെ സമാധാനിപ്പിക്കുന്നുണ്ട്. ആ സമയത്ത് മിസ്സസ് ടാൻക്രഡ് പറയുന്നു തൻ്റെ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള തൻ്റെ മകനെ കുറിച്ചിട്ടും, അതുപോലെ ഈ ഒരു വാർ എത്രയും പെട്ടെന്ന് അവസാനിച്ചിട്ടുണ്ടെങ്കിൽ അവസാനിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കാരണം ഈ ഒരു വാർ മുഖേന അവർക്കുണ്ടായത്
ഏറ്റവും വലിയൊരു നഷ്ടം തന്നെയാണ് അവർക്കുണ്ടായിട്ടുള്ളത്, തൻ്റെ മകനെ നഷ്ടപ്പെടുക എന്നുള്ളത്. ആൻഡ് ജുനു മിസ്സസ് ടാൻക്രഡിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. എന്നാൽ നമ്മുടെ ജാക്ക് അവളെ സെൽഫിഷ്ലി ആയിട്ട് ഇഗ്നോർ ചെയ്യുന്നു. And Johnny is upset during a discussion about religion and death. Johnny loses control again and seems to have some kind of nervous episode. Juno calms him down with a glass of whiskey. ഇതേ സമയത്ത് നമ്മുടെ ജോണിയുടെ അവസ്ഥ എന്താണ്? എബൌട്ട് റിലീജിയൻ ആൻഡ് ഡെത്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ജോണിക്ക് പെട്ടെന്ന് അവൻ്റെ കൺട്രോൾ ലോസ് ചെയ്യാൻ തുടങ്ങി. പെട്ടെന്ന് ഒരു നെർവസായിട്ട് അവനെ ഫീൽ ചെയ്തു. ഇതേ സമയം ഇത് മനസ്സിലാക്കിയിട്ട്, അതായത് ജുനുവിന് അറിയില്ല ജോണി ചെയ്തിട്ടുള്ളൊരു തെറ്റ്, ജുനുവിന് അറിയില്ല. പക്ഷെ എന്താണ് തൻ്റെ മകൻക്ക് പറ്റിയത് എന്നുള്ള രീതിയിൽ ജുനു അവനെ വന്നിട്ടൊരു ഗ്ലാസ് ഓഫ് വിസ്കിയൊക്കെ കൊടുത്തിട്ട് അവനെ സമാധാനിപ്പിക്കുന്നുണ്ട്. And the act closes with a young man turning up to summon Johnny to battalion staff meeting. Johnny passionately pleads that he does not want to go, but is told that he has to go and that no man can do enough for Ireland. എന്താണ് അവസാനത്തിൽ പറയുന്നത്? ബറ്റാലിയൻ സ്റ്റാഫ് മീറ്റിങ്ങിലേക്ക് ജോണിയെ വിളിക്കാൻ വരുന്നുണ്ട്, ഒരു യുവാവ് വരുന്നുണ്ട്. അതോട് കൂടിയിട്ടാണ് ഈ ഒരു ആക്ട് അവസാനിക്കുന്നത്. എന്നാൽ ഇതേ സമയം തനിക്ക് പോകാൻ താല്പര്യമില്ല എന്നുള്ളത് നമ്മുടെ ജോണി പറയുന്നുണ്ട്. പക്ഷേ അവസാനം നമ്മുടെ ജോണിക്ക് ആ വന്ന സ്റ്റാഫിൻ്റെ കൂടെ പോകേണ്ടി വരുന്നു. ഇങ്ങനെയാണ് ഈ ഒരു ആക്ട് 2ൻ്റെ എൻഡിങ്. ആക്ട് 3 ആരംഭിക്കുന്നത് ആക്ട് 2 അവസാനിച്ച് 2 മാസങ്ങൾക്ക് ശേഷം ഒരു നവംബർ മാസത്തിൽ ഈവനിങ്ങിലാണ്. നമ്മുടെ ജുനു മേരിയും ഒരു ഡിസ്കഷനിലാണ്. അവർ പറയുന്നത് നമ്മുടെ ബെന്താമിനെ കുറിച്ചിട്ടാണ്. കാരണം ബെന്താം ഇപ്പോൾ അവരെ വിട്ടിട്ട്, മേരിയൊക്കെ വിട്ടിട്ട് അവന് ഇംഗ്ലണ്ടിലോട്ട് ഡിസപ്പിയർ ആയിട്ടുണ്ട്. അവൻ പറയുന്നത് തൻ്റെ, അതായത് ഈ ബോയിൽ ഫാമിലി തനിക്ക് നല്ലതല്ല എന്ന് കാരണം പറഞ്ഞിട്ടാണ്. ആൻഡ് ജുനു ഈ സമയം നമ്മുടെ ബോയിലിനോട് സംസാരിക്കുന്നു. അപ്പോൾ അവനോട് എന്ത് പറയുമ്പോഴും അവൻ പറയുന്നു എൻ്റെ കാലിന് സുഖമില്ല, കാലിന് വേദനയാണെന്നൊരു കംപ്ലൈൻറ്റ് പറയുന്നുണ്ട്. And Juno is worried about Mary's health, so they plan to see the doctor in that evening. Juno also wonders why Mary waits so long to tell her about important matters like Charles Bentham's not contacting her. അപ്പോൾ എന്താ മനസ്സിലാക്കുന്നത്? ഒരു മാസത്തോളമായി നമ്മുടെ ചാൾസ് ബെന്താം നമ്മുടെ മേരിയെ കോണ്ടാക്ട് ചെയ്തിട്ട്, എന്നാൽ അത് ഇതുവരെ ആയിട്ടും ജുനുവിനെ ഒന്നും മേരി അറിയിച്ചിട്ടില്ല. Juno calls into the other room for Jack, asking about their debt and needing some of the money from the will, which they have not received yet. Jack is in bed complaining of pains in his leg. എന്താ പറയുന്നത്? അപ്പോൾ നമ്മുടെ ജുനു ജാക്കിനെ വിളിച്ചു. എന്താ പറയുന്നുണ്ട്? ഒരുപാട് കടങ്ങളുണ്ട് അല്ലേ, നമ്മുടെ കടത്തിനെ കുറിച്ചിട്ടൊക്കെ ചോദിച്ചു. പിന്നെ അവൾ ചോദിക്കുന്നുണ്ട് ഞങ്ങൾക്ക് കുറച്ച് കാശ് ആവശ്യമുണ്ട്, നമുക്ക് ആ വില്ലിൽ നിന്ന് കുറച്ച് പണം തരും എന്നുള്ള രീതിയിൽ ചോദിക്കുന്നു. സത്യം എന്താണെന്ന് വെച്ചാൽ ഇതുവരെ ആയിട്ടും അതിൽ നിന്ന് നമുക്ക് പ്രത്യേകിച്ചൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഇത് പറയുന്ന സമയത്ത്, ഇതിനെക്കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ജാക്ക് പറയുന്നു എനിക്ക് വയ്യ, എനിക്കിത് കാലിന് സുഖമില്ല എന്നുള്ളത് അവർ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് നമ്മുടെ മേരിയും ജുനുവും ഡോക്ടറെ കാണിക്കാൻ പോയി. അപ്പോൾ അവർ പോയി ഉടനെ തന്നെ നീഡൽ ന്യൂജൻ എന്നൊരു അതർ ക്യാരക്ടർ നമ്മുടെ ആക്ട് 3യിൽ കാണുന്നു. അദ്ദേഹം ഒരു ലോക്കൽ ടൈലറാണ്. നമ്മുടെ ജാക്ക് ബോയിൽ തനിക്ക് ഇങ്ങനെ ഒരു കാശ് വരാനുണ്ട് എന്നറിഞ്ഞ സമയത്ത് ആദ്യമായിട്ട് ചെയ്ത കാര്യം ഈ ഒരു ടൈലറെ കണ്ടിട്ട് ഒരു സ്യൂട്ട് അത് വാങ്ങിക്കുകയായിരുന്നു. എന്നാൽ അതിന് ഉള്ള കാശ് കൊടുത്തിട്ടൊന്നുമില്ല. ന്യൂജൻ്റ് ഇപ്പോൾ ഈ ഒരു വീട്ടിലേക്ക് വരാൻ കാരണം ന്യൂജൻ്റ് വക്കീലിനെ പോയി അന്വേഷിച്ചിട്ടുണ്ട് ഈ പണം കിട്ടുമോ ഇല്ലേ എന്നൊക്കെ. അപ്പോൾ നമ്മുടെ ലോയർ അവനെ അറിയിച്ചിട്ടുണ്ട് കിട്ടാൻ പോകുന്നില്ല എന്നുള്ള കാര്യം. And Mrs. Madigan enters. She lends her 3 pounds and 5 shillings, so she asks to return it. As he has no money, she takes the gramophone and leaves the house. അങ്ങനെ മിസ്സസ് മാഡിഗൻ, അവരുടെ നെയ്ബറും നമ്മുടെ ജാക്ക് ബോയിൽ കടം വാങ്ങിയ വ്യക്തിയാണല്ലേ, അവൾ കടന്നു വരുന്നു. അവൾ പറയുന്നുണ്ട് എൻ്റെ 3 pounds എൻ്റെ 5 shillings എനിക്ക് തിരിച്ചു തരണം എന്ന് പറയുന്നു. അവൻ്റെ അടുത്ത് കാശില്ല, സോ ഹി റെഫ്യൂസസ് ടു പേ. ആൻഡ് ആ സമയം അവൾ എന്ത് ചെയ്തു? അവൻ്റെ വീട്ടിലുള്ള കടം വാങ്ങിയ കാശ് കൊണ്ട് ഗ്രാമോഫോൺ വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതെടുത്തിട്ട് അവൾ പോയി. ആൻഡ് ഇതേ സമയം നമ്മുടെ ജോക്സർ, ഈ 2 ഇൻസിഡൻറ്റ് നടന്നപ്പോഴും ജോക്സർ അവിടെ ഉണ്ടായിരുന്നു. ആൻഡ് ജോക്സർ ഈസ് ആസ്കിങ് വെദർ ഹി ഗെറ്റ്സ് മണി ഓർ നോട്ട്. ജോക്സർ നമ്മുടെ ജാക്കിനോട് ചോദിക്കണം എനിക്ക് കാശ് കിട്ടുമോ അതോ ഇല്ലേ. അപ്പോൾ ഇത് നമ്മുടെ ജാക്കിനെ സത്യം പറഞ്ഞാൽ ദേഷ്യം പിടിപ്പിച്ചു. അങ്ങനെ അവർ 2 പേരും തമ്മിൽ ഭയങ്കര കൂടലായി, തർക്കങ്ങളായി. ആൻഡ് അവർ 2 പേരും പിരിഞ്ഞു പോയി.
Juno enters with a disappointment face and says to Boyle and Johnny that Mary is going to have a baby of Benda. It makes him famous and Johnny feels disgrateful towards her as she is having a baby without a father. എന്താ പറയുന്നത്, അങ്ങനെ അവരൊക്കെ പോയതിന് ശേഷമാണ് നമ്മുടെ ജുനു ആൻഡ് മേരി വീട്ടിലോട്ട് വരുന്നു. ഇപ്പോൾ ഭയങ്കര ഡിസപ്പോയിൻമെൻ്റ് ആണ്. കാരണം അവർ ബോയിലിനെയും ജോണിയെയും അറിയിക്കുന്നു മേരി എന്താണ് ഒരു മദറാവാൻ പോവുകയാണ്, ബന്ധാമിൻ്റെ കുട്ടി. ഓക്കെ, അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ നമ്മുടെ ജോണിക്ക് ഭയങ്കരമായിട്ട് ഡിസ്ഗ്രേറ്റ്ഫുള്ളായി ആൻഡ് അവളോടൊരു ദേഷ്യമൊക്കെ വന്നു തുടങ്ങി. കാരണം എന്താണ്, ഒരു കുട്ടി, അതും ഒരു അച്ഛനില്ലാത്തൊരു കുട്ടി എന്നൊക്കെ പറയുമ്പോൾ അതത്ര രസമുള്ള കാര്യം അല്ല. ലേറ്റർ ബോയിൽ സേസ് ടു മിസ്സസ് ബോയിൽ ആൻഡ് ജോണി ദാറ്റ് ദ വിൽ നോട്ട് ഗെറ്റ് എനി മണി. ഈ ഒരു സമയത്താണ് നമ്മുടെ ബോയിൽ ഒരു കാര്യം ഇവരെ അറിയിക്കുന്നത്, നമുക്ക് എന്ത് ചെയ്യാൻ പോകുന്നില്ല, കാശൊന്നും കിട്ടാൻ പോകുന്നില്ല. ഇറ്റ് ഈസ് വാഷ്ഡ് ഔട്ട്. Even Bentham betrays their whole family and leaves them in trouble. സത്യം പറഞ്ഞാൽ ബന്ധം നമ്മുടെ ഫാമിലിയെ, ബോയിൽ ഫാമിലി എല്ലാവരെയും ചതിച്ചിട്ട് അവന് നമ്മളെല്ലാവരും ട്രബിളിലാക്കിയിട്ട് അവൻ കടന്നു കളഞ്ഞതാണ്. Even after all this happened, Jack still goes to drink with Joxer. Johnny is blaming Mary and Boyle for their deeds. ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഇതൊക്കെ പറഞ്ഞു, ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നടന്നു. നമ്മുടെ ജാക്ക് ബോയിൽ ഒരുപാട് കടം വാങ്ങിയിട്ട് ഒരുപാട് സാധനങ്ങൾ വാങ്ങി ആകെ വീട് മൊത്തത്തിലായിട്ട് കടത്തിലായി നിൽക്കുകയാണ്. നമ്മുടെ മേരി പ്രഗ്നൻ്റ് ആണ്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് കൂടി ജാക്കിന് ഇതൊന്നും വിഷയമല്ല. ജാക്ക് നേരത്തെ ആരെ തമ്മിലാണോ ഒരു തർക്കം ഉണ്ടായത്, അതെ ജോക്സറുമായിട്ട്, എന്നാൽ ഇപ്പോഴും ജോക്സറുമായിട്ട് കുടിക്കാൻ പോയി. ഓക്കെ, and then two men enters. They have come from Hebrain furnishing to take back the furniture. അങ്ങനെ രണ്ടാളുകൾ കടന്നു വന്നു. ഇവർ വന്നിട്ടത് ഹിബേറിയൻ ഫർണിഷിങ്ങിൽ നിന്നാണ്. അവർ ആ ഫർണിച്ചറൊക്കെ കൊണ്ടുപോയി. ദാറ്റ് ഈസ് ബ്രോഡ് ബൈ ദം. ദേ ആർ ടേക്കിംഗ് അപ്പ് ഇറ്റ് വൺ ബൈ വൺ. ഓരോന്നോരോന്നായിട്ട് അവർ കൊണ്ടുപോയി. Mary comes and hears that the money is washed out. Later, Jerry enters and he wants to get together with Mary, but he says that she is pregnant. He leaves her. She goes out. എന്താ ഇവിടെ പറയുന്നത്, അങ്ങനെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം ജെറി, ആരാണ് നമ്മുടെ മേരി ഇഷ്ടമുള്ള മേരിയുടെ ബോയ് ഫ്രണ്ട് ആയിരുന്നു അല്ലേ, നമ്മുടെ മേരി റിജക്റ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ബോയ് ഫ്രണ്ട് വന്നിട്ട് മേരിയോട് പറയുന്നുണ്ട് എനിക്കിപ്പോൾ നിന്നെ ഇഷ്ടമാണ്, നമുക്ക് ഒരുമിക്കാം എന്നുള്ള രീതിയിൽ പറഞ്ഞ സമയത്ത് നമ്മുടെ മേരി പറയുന്നു എന്താണ് ഞാൻ പ്രഗ്നൻ്റ് ആണ് എന്ന് പറയുന്നു. അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ അവനക്ക് ഇനി വേണ്ട, അവൻ അവളിട്ട് പോയി. And two irregular arrives to take Johnny as he is the one who gives Robbie Tancred away to the gang and killed him. They drags out him. അങ്ങനെ ഇതേ സമയം രണ്ട് ആളുകൾ വരികയാണ്. എന്നിട്ട് ജോണിനെ അവിടെ നിന്ന് എടുത്തു കൊണ്ടുപോവാണ്. എന്താണ് കാരണം റോബി ടാൻക്രെഡിനെ ആ ഒരു ഗ്യാങ്ങിലോട്ട് കാണിച്ചു കൊടുത്തതും അവനെ കൊല്ലാൻ കാരണം ആരാണ്, ജോണിയാണെന്ന് തിരിച്ചറിയുകയും അതുകൊണ്ട് അവന് ഇവരെ ഡ്രാഗ്സ് ഔട്ട് തൂക്കി കൊണ്ടുപോയി. ആൻഡ് മേരി ആൻഡ് ജുനു അപ്പിയേഴ്സ്. ഇവിടെ നമുക്ക് വീണ്ടും കാണാൻ സാധിക്കുന്നത് മേരിയും ജുനുവിനെയുമാണ്. ദേ ആർ വറീഡ് അബൌട്ട് ജോണി. മിസ്സിസ് മാഡിഗൻ കംസ് ആൻഡ് ഇൻഫോംസ് ദാറ്റ് ദ ടു പോലീസ്മെൻ ആർ വെയിറ്റിംഗ് ഫോർ ദം. ദേ ആർ ടെല്ലിംഗ് ദാറ്റ് ജോണി ഈസ് ഡെഡ് ആൻഡ് ദേ വാണ്ട് ദം ടു ഗോ ടു ദ ഹോസ്പിറ്റൽ ടു സീ ഹിസ് ബോഡി. സോ ദേ ഗോ വിത്ത് ദം. അപ്പം നമുക്കറിയാൻ സാധിക്കുന്നത് നമ്മുടെ രണ്ട് പോലീസ്മാൻ അവരെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ജോണി മരണപ്പെട്ടിട്ടുണ്ട്, വധിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ജോണിയുടെ ബോഡി കാണുന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിലോട്ട് പോകാം, അതാണ് കാണുന്നത്. അങ്ങനെ അവർ ഒരുമിച്ചിട്ട് ഹോസ്പിറ്റലിലോട്ട് പോകുന്നു. ഈ ഒരു മൊമെൻറ്റിലാണ് ജോക്സറും ബോയിലും എവിടെയാണ്, ഡ്രഗനായിട്ട് ഭയങ്കരമായിട്ട് കള്ളു കുടിച്ച് നടക്കുകയാണ്. ആൻഡ് ഹീ ഈസ് അൺഅവെയർ ദാറ്റ് ഹിസ് സൺ ഈസ് ഡെഡ് ആൻഡ് ഹിസ് വൈഫ് ആൻഡ് ഹിസ് ഡോട്ടർ ഹാവ് പ്ലാൻ ടു ലീവ് ഹിം. ഓക്കെ, അപ്പോൾ ഇതേ സമയം നമുക്ക് കാണാൻ സാധിക്കുന്നത് തൻ്റെ സ്വന്തം മകനായിട്ടുള്ള ജോണി മരണപ്പെട്ടിട്ടുണ്ട്. തൻ്റെ ഭാര്യയും തൻ്റെ മകളും തന്നെ വിട്ടു പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ആക്ട് 3 അവസാനിക്കുന്നത്. ആൻഡ് അറ്റ് ദ എൻഡ് ഓഫ് ആക്ട് 3 he is in the conversation with the Joxer about the terrible state of chases in the whole world. എന്താണ് പറയുന്നത്, ലോകമെമ്പാടും ഭയാനകമായിട്ടുള്ളൊരു അവസ്ഥയിലാണ്. ഈ ചാപ്റ്ററിൻ്റെ തീംസ്, ഇതിൻ്റെ ക്യാരക്ടേഴ്സിനെ കുറിച്ചുള്ള നോട്ട് ഞാൻ വേറൊരു വീഡിയോ ആക്കിയിട്ട് അപ്ലോഡ് ചെയ്യാം. If you find this video helpful, please like, share, comment and finally don't forget to subscribe. Thanks for watching.